ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു കേട്ടോ. ടാങ്കിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ വെള്ളമടിക്കേണ്ടതായിരുന്നു, ഞാൻ വെള്ളമടിച്ചിട്ടില്ല. കാരണം വെള്ളമടിക്കണമെന്ന് ഞാൻ കരുതിയപ്പോഴേക്ക് ഇടിയും മഴ എവിടെ നിന്ന് വന്നതെന്ന് അറിഞ്ഞില്ല. ഒരാഞ്ഞൊരു ഇടിയും വെട്ടി അതിലാണ് കറണ്ടും പോയി. പിന്നെ രാവിലെ നേരം വെളുത്തിട്ട് പോലും കറണ്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ വെള്ളം ഇല്ലാതെ തന്നെ നമ്മുടെ ഒരു പരിപാടി നടക്കാത്തതുകൊണ്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അവിടെ വെള്ളമുണ്ട്, കറണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് അച്ഛനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. പിന്നെ രാവിലെ കുറച്ച് പാലൊക്കെ കാച്ചി പിന്നെ 2 ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞങ്ങൾ പോണേ. അപ്പം നിങ്ങൾ കരുതും ഞാൻ പല്ല് തേച്ചിട്ടില്ലേന്ന്. പല്ലൊക്കെ തേച്ചായിരുന്നു. അടുത്ത വീട്ടിൽ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ഞാൻ കോരിക്കൊണ്ട് വന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പല്ലൊക്കെ തേച്ചു. എന്നിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ റബ്ബർ വെട്ടണോടത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല മടിയായിരുന്നു. അച്ഛനെ നാറിയിട്ട് വയ്യ, ഞാൻ വണ്ടി കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നായിരുന്നേ. പിന്നെ ഒരു നിവർത്തി ഇല്ലല്ലോ അങ്ങനെ പോരുക എന്നല്ലാണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അതിലും വലിയ പണിയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അടുത്തൊരു മരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കണ കൂർക്ക നേരാക്കി വെച്ചോളം പറഞ്ഞു. പിന്നെ നിവർത്തിയില്ലാതെ ഞാൻ അവിടെ ഇരുന്ന് അതൊക്കെ നേരാക്കി കൊടുത്തു കേട്ടോ. പിന്നെ മീൻ വരുമ്പോൾ മീനും കൂടെ വിളിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുഞ്ഞു മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പാവല്ലേ എന്നൊക്കെ കരുതി ഞാൻ ആ മീനൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ കുളിച്ച് വന്നിട്ട് മീൻ പീര വയ്ക്കട്ടോ ചെയ്തത്. കുഞ്ഞു മത്തിയല്ലേ, അപ്പം പീര വെച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഞാൻ കുളിച്ച് എന്നിട്ട് വേഗം ടേസ്റ്റ് ചെയ്യാൻ നിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞു മത്തി പീര വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. പിന്നെ അമ്മ വേഗം അച്ഛന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കൊക്കെ ഇങ്ങനെ കാട്ടണ കണ്ടില്ല. അച്ഛന് തിന്നാൻ ഒരു സ്വൈരം കൊടുക്കാറില്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അവക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിക്കായിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റപ്പോൾ അതിലും വലിയ മഴ വരുന്ന പോലെ തോന്നി. ഇനി വീട്ടിൽ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. കാരണം ഇന്നലെ കറണ്ടില്ലാണ്ട് വെള്ളമടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് വേഗം വെള്ളമടിക്കാൻ കരുതി കേട്ടോ. അപ്പം നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.